Hello friends, welcome back to my channel Ujjal's Vlogs 9.2. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ജിംബൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസിനൊക്കെ ഷെയ്ക്കിങ് കുറച്ച് അത്യാവശ്യം നല്ല കൂടുതലാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ജിംബൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ജിംബൽ എന്ന് പറഞ്ഞാൽ DJയുടെ 7 ഒരു മോഡൽ നെയിമുള്ള ഒരു ജിംബലാണ്. ബബിൾ റാപ്പിംഗ് ചെയ്ത് നല്ല പാക്കിങ്ങിലാണ് ആമസോൺ നമുക്ക് ഐറ്റം തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ജിംബൽ വരുന്നത് ഫ്രണ്ട്സ്. നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് പീൽ ചെയ്യാനുള്ളൊരു ഇതുണ്ട്, ഒന്ന് പീൽ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. നമുക്ക് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ജിംബൽ വരുന്നത്. ഫ്രണ്ട്സ്, ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓണാവും. നമുക്കൊരു ട്രൈപോഡും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്ന നോക്കി ഇങ്ങനെ വെക്കാം. ഇങ്ങനെയൊക്കെ നമുക്കൊരു പ്ലേസ് ചെയ്യാൻ പറ്റും ടേബിളുമൊക്കെ. ഫ്രണ്ട്സ്, DJയുടെ ഒരു കാർഡാണ് വരുന്നത്. സ്കാനറുള്ള കാർഡാണ് വരുന്നത് DJയുടെ. ഇതൊരു യൂസർ മാനുവലാണ്. ഇതൊരു മറ്റൊരു യൂസർ മാനുവലാണ് വരുന്നത്. കമ്പനി നമുക്കൊരു 1 year വാറണ്ടി തരുന്നുണ്ട്. അടുത്തൊരു ബോക്സും കൂടി വരുന്നുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡറാണ്. നമുക്ക് അതിലത് മാഗ്നറ്റിക്കായി അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. നല്ല പവർഫുൾ മാഗ്നറ്റാണ്. വെച്ചപ്പോഴേക്കും വേഗം തന്നെ അത് അറ്റാച്ചായി. എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫോൺ നമുക്ക് യാതൊരു വശാലും നിലത്ത് വീഴുന്നുള്ളൊരു പേടി വേണ്ട. ഫോൺ വളരെ സേഫാണ്. പിന്നെ വരുന്നത് ഒരു ചാർജർ കേബിളാണ്. ചാർജിങ് കേബിള് 2 C ടൈപ്പ് ചാർജിങ് കേബിളാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്തതിന് ശേഷം വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ജിംബൽ ചാർജ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജിംബൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ജിംബലിൻ്റെ വർക്കിംഗ് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ ഇതിൽ ഇതാക്കുന്നത് AI ട്രാക്കിംഗ് ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ അപ്പോൾ ഇത് പിടിച്ച് നടക്കുകയാണ്. ഞാൻ ഓടി കാണിച്ചു തരാം. ഇതിൽ എനിക്ക് മാത്രമേ കുലുക്കം വരുള്ളൂ. ബാക്കി യാതൊരു വശാലും ഒരു കുലുക്കം വരില്ല. ഞാൻ പറഞ്ഞില്ലേ, മാഗ്നറ്റിക് കണക്ഷൻ അത് അത്യാവശ്യം നല്ല പവറുള്ളതുകൊണ്ട് നമ്മുടെ ഫോൺ എങ്ങനെ ഓടിയാലും ഇതായാലും ഫോൺ നമ്മുടെ നിന്ന് വിട്ടു പോകില്ല. ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കണ്ടുനോക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ജിംബലിൽ ഫോൺ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ നോബിൽ. ഫ്രണ്ട്സ്, ഇതിൽ നമുക്ക് ഓട്ടോ ട്രാക്കിംഗ് ഫീച്ചർ ഉണ്ട്. നമുക്ക് ഈ ബാക്കിൽ ബട്ടൺ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങോട്ടൊക്കെ ക്യാമറ നിൽക്കിയാൽ എന്നെ തന്നെ ആയിരിക്കും ഇത് ഫോക്കസ് ചെയ്യുക. ഞാനൊരു സ്ഥലത്ത് ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇതിൽ ഓട്ടോ ട്രാക്കിംഗ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഓട്ടോ ട്രാക്കിംഗ് ഓണാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് നീങ്ങിയാലും എന്നെ തന്നെ മാത്രമേ അത് ഫോക്കസ് ചെയ്യുള്ളൂ. ഫ്രണ്ട്സ്, ചില സമയത്ത് അത് കണക്ഷൻ കട്ടാവുമ്പോൾ നമ്മുടെ ഫേസ് ആയിട്ട് അത് ഇതാണെങ്കിൽ ഓട്ടോ ട്രാക്ക് ആവുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ കത്തും. അത് ഇപ്പോൾ റെഡ് ലൈറ്റ് ചിലപ്പോൾ കത്തുമ്പോൾ നമ്മുടെ ഫേസ് ആയിട്ട് അത് കണക്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഞാൻ എങ്ങോട്ട് നീങ്ങിയാലും അത് എന്നെ ഫോളോ ചെയ്യും. അപ്പം നമുക്ക് സംസാരിച്ചിട്ടൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും നമുക്ക് ഒരാളുടെ ആവശ്യമില്ല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് നടക്കാൻ പറ്റും. റൊട്ടേറ്റ് ആവണമെങ്കിൽ ഫ്രണ്ട്സ്, എനിക്ക് യൂസ് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നേരത്തെ പോലെ ഇതാണ് ഓട്ടോ ട്രാക്കിംഗ് ഫീച്ചർ. ഫ്രണ്ട്സ്, നമുക്ക് ഓട്ടോ ട്രാക്കിംഗ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാൻ ഈ സ്വിച്ച് ഉപയോഗിക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് നമ്മുടെ നേരക്കാണെങ്കിൽ ഈ കൺട്രോളിലല്ലാണ്ട് നമുക്ക് ഈ ബാക്ക് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള പൊസിഷനിലേക്ക് തന്നെ അത് വരും. പിന്നെ ഫ്രണ്ട്സ്, വരുന്നത് ഇവിടെ ഒരു സൂമിങ് ബട്ടനാണ് വരുന്നത്. നമുക്കിതങ്ങനെ സൂം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആകുമ്പോൾ സൂം ആവും.
അപ്പോൾ ഫ്രണ്ട്സ് ഇതിൽ 4 ഡിഫറെൻറ്റ് മോഡ്സ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെ ആക്കാം. പിന്നെ വരുന്നത് നമുക്കിങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ കറക്കാൻ പറ്റും. അതായത് ഒരു മോഡുണ്ട്, അതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗം എല്ലാവരും എടുത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ അത് കാണിച്ചു തരും. പിന്നെ വരുന്ന മോഡ് ഇങ്ങനെ നമുക്ക് കറക്കാൻ പറ്റും ഫ്രണ്ട്സ്. ഇങ്ങനെ നമ്മൾ മറ്റേ സിനിമാറ്റിക് ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കറക്കി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. 2 സൈഡിലേക്കും കറക്കാൻ പറ്റും. ഇത്രയുള്ള ഇതിൻ്റെ മാക്സിമം റൊട്ടേഷൻ. ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഫോൺ സ്ട്രെയിറ്റ് ചെയ്യാനും നമ്മൾ വീഡിയോ എടുക്കണ പോലെ നമുക്ക് ശരിക്കാനും പറ്റും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്ക് വീഡിയോ നമ്മുടെ ഫ്രണ്ട് ക്യാം വേണമെങ്കിൽ ഫ്രണ്ട് ക്യാം ഇടാം, ബാക്ക് ക്യാം വേണമെങ്കിൽ ബാക്ക് ക്യാം ഇടാം. അത് സിംഗിൾ ക്ലിക്കിലാണ്. പിന്നെ ഇതാണ് വരുന്നത് നമ്മുടെ ജോയ്സ്റ്റിക്ക്. പിന്നെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ റെക്കോർഡ് ബട്ടൺ. ഇത് ഞെക്കുമ്പോൾ നമുക്ക് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞെക്കുമ്പോൾ തന്നെ റെക്കോർഡ് ഓഫ് ആവും. നമുക്ക് ഈ 4 മോഡ് മാറ്റിയിടുന്നത് ഈ ഒരു M എന്ന് പറഞ്ഞൊരു ബട്ടണിലാണ്. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന 4 ബട്ടൺസ്. പിന്നെ ഫ്രണ്ട്സ് ഇത് ഞെക്കി പിടിച്ചാൽ തന്നെ ഇത് ഓഫ് ആവും. എല്ലാം ഓൺ ചെയ്യണമെങ്കിലും ഇതന്നെ ഞെക്കി പിടിച്ചാൽ മതി. അപ്പം ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഇതിൽ വെച്ചിരിക്കുകയാണ്, ഞാൻ ഫോൺ ഇതിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് മോഡുകൾ ഇങ്ങനെ മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ സൈഡിലോട്ടും ആക്കാനുള്ളതാണ്. നമുക്ക് മുകളിലോട്ടും അടിയിലോട്ടും ആക്കാൻ പറ്റും ഇതിൽ. പിന്നെ വരുന്ന മോഡ് നമുക്ക് മറ്റേ പറഞ്ഞില്ലേ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലായിടത്തും കിട്ടാനായിട്ടുള്ള അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മോഡാണിത്. പിന്നെ നമുക്കിങ്ങനെ എല്ലായിടത്തും കാണിച്ചു കൊടുക്കാൻ പറ്റും വീഡിയോ എടുക്കുമ്പോൾ. പിന്നെ വരുന്ന മോഡാണ് ഫ്രണ്ട്സ് മറ്റേ കറങ്ങൽ. ഇങ്ങനെ സ്പിൻ ചെയ്യും. ഫ്രണ്ട്സ് ഇപ്പോൾ ഇതിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 4K ക്വാളിറ്റിയാണ് വീഡിയോ. നേരത്തെ കണ്ടിട്ട് കുറച്ചുകൂടി വീഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ഫ്രണ്ട്സ് ഇതെൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ഹാളിൽ വരുമ്പോഴൊക്കെ ഈ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 2 നെറ്റിപ്പട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രണ്ട്സ് ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം വരുന്നുണ്ട്. ഇതെൻ്റെ അച്ഛൻ തന്നെ ഫോട്ടോ എടുത്ത് അച്ഛൻ തന്നെ സ്വയമായി ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിൽ അന്ന് ഉണ്ടായിരുന്ന ലച്ചു ചേച്ചിയാണത്. അന്ന് പിറന്നാളിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ലച്ചു ചേച്ചിയുടെ അനിയൻ എൻ്റെ കസിൻ ആയുഷാണ്. അതെൻ്റെ ചേച്ചിയാണ്, ഇത് ഞാനാണ്. ഇതൊരു 8 വർഷം മുമ്പുള്ളൊരു ഫോട്ടോയാണ്. അത് എൻ്റെ അച്ഛൻ എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഫ്രെയിം ചെയ്തതാണ്. ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ജിംബൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ ജസ്റ്റ് വ്ളോഗ്സ് 9.2 സൈനിങ് ഔട്ട്.